നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിൽ കയ്യേറ്റമുണ്ടെന്ന് വാദിക്കുന്ന ജനകീയ സമിതിയെ വെല്ലുവിളിച്ച് LDFന്റെ രാഷ്ട്രീയ വിശദീകരണം. കയ്യേറ്റം കണ്ടെത്താമോ എന്ന CPI നേതാവ് പൊറ്റശ്ശേരി മണികണ്ഠന്റെ വെല്ലുവിളി. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ കടമുറികൾക്ക് നേരെ ബസ്സുകൾ നിർത്തിയിടുന്നത് ഒഴിവാക്കാൻ തീരുമാനമായില്ല. നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. രാഷ്ട്രീയ പാർട്ടിയായ CMPയുടെ പേരിൽ വ്യാജ പണപ്പിരിവ് നടത്തിയ 3 പേർ അറസ്റ്റിൽ. പണം പിരിച്ചത് മണ്ണാർക്കാട്ടെ വ്യാപാരികളിൽ നിന്ന്. സ്കൂട്ടറിൽ കഞ്ചാവ് കടത്തിയ യുവാവിനെ പട്ടാമ്പിൽ എക്സൈസ് സംഘം പിടികൂടി. 1.2 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ശമ്പള കുടിശ്ശിക കാരണം ലക്കിടി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അടച്ചതിനെതിരെ BJP പ്രതിഷേധ മാർച്ച് നടത്തി. വകുപ്പ് മന്ത്രിയുടെ കോലം കത്തിച്ചു. ചികിത്സയ്ക്ക് ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് കടം കയറിയ വയോധികയുടെ വീട് ജപ്തി ഭീഷണിയിൽ. വീട് ഏതു സമയവും ജപ്തി ചെയ്യുമെന്ന ആശങ്കയിൽ കടമ്പഴിപ്പുറം പുലാപ്പറ്റയിലെ പത്മാവതിയമ്മ. വാർത്തകളിലേക്ക് വിശദമായി. മണ്ണാർക്കാട് ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിൽ കയ്യേറ്റമുണ്ടെന്ന് വാദിക്കുന്ന ജനകീയ സമിതിയെ വെല്ലുവിളിച്ച് LDFന്റെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം. ജനകീയ സമിതിക്ക് വിശ്വാസമുള്ള സർവേയറെ കൊണ്ടുവന്ന് കയ്യേറ്റം കണ്ടെത്താൻ ധൈര്യമുണ്ടോ എന്ന CPI നേതാവ് പൊറ്റശ്ശേരി മണികണ്ഠൻ വെല്ലുവിളിച്ചു. റോഡിന് എല്ലായിടത്തും ഒരേ വീതിയല്ലെന്നും മണികണ്ഠൻ പറഞ്ഞു. കാഞ്ഞിരപ്പുഴ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾക്ക് മറുപടി പറയാനാണ് LDF രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തിയത്. കാഞ്ഞിരപ്പുഴ റോഡിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തികൾ കയ്യേറിയെന്നും അത് തിരിച്ചു പിടിക്കാതെയാണ് റോഡ് വികസനം നടന്നെന്നതുമാണ് ഉയരുന്ന ആരോപണം. ഇതിന് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം കാഞ്ഞിരത്ത് പൊതുയോഗം നടത്തിയിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ പൊറ്റശ്ശേരി മണികണ്ഠനാണ് ആരോപണങ്ങൾക്ക് മറുപടി നൽകിയത്. സർക്കാരിൽ ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സർവേ നടക്കുന്നതെന്നും റോഡിന്റെ ഇരുവശത്തുമുള്ളവർ കയ്യേറ്റക്കാരാണെന്ന് തങ്ങൾക്ക് അഭിപ്രായമില്ലെന്നും മണികണ്ഠൻ പറഞ്ഞു. റോഡിന് എല്ലായിടത്തും 30 മീറ്റർ വീതിയുണ്ടെന്നത് കള്ളപ്രചാരണമാണ്. അങ്ങനെയെങ്കിൽ സഹകരണ ബാങ്കിന്റെ കാവൽപ്പുരയും കുരിശുപള്ളിയും ക്ഷേത്രവും കയ്യേറിയ സ്ഥലത്താണെന്ന് പറയേണ്ടി വരും. തങ്ങൾക്ക് ആ അഭിപ്രായമില്ല. ജനകീയ സമിതിക്കാരുടെയും UDF BJPക്കാരുടെയും അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ടെന്നും മണികണ്ഠൻ പറഞ്ഞു. സർക്കാർ കൊണ്ടുവന്ന സർവേക്കാരൊക്കെ നിലവിലുള്ള അവിടുത്തെ രേഖകൾ പ്രകാരമാണ് കുറ്റിവെച്ചത്. ഇവർ പറയുന്നു മുള്ളൂർക്കാരൻ്റെ കടയുടെ ഉള്ളിൽ കൂടെയാണ് രേഖ. അങ്ങനെയാണെങ്കിൽ ഞാൻ വളരെ വിനയപൂർവ്വം ബന്ധപ്പെട്ട ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളുടെ സർക്കാരിന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഭൂമി സർവേ നടത്തിയിട്ടുള്ളത്. മറിച്ച് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വിശ്വാസപ്പെട്ട ഒരു സർവേയറെ കൊണ്ടുപോകാം. സർക്കാരിൻ്റെ സർവേയർമാരുടെ സേവനം നമ്മൾ നിങ്ങൾക്ക് തരാം, പൂർണ്ണമായും വിട്ടുതരാം. എവിടെയാണ് കയ്യേറ്റം എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. അങ്ങനെ കയ്യേറ്റം കണ്ടെത്താനുള്ള നിലവിൽ നിയമങ്ങളുണ്ട്. വിവരാവകാശ നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാനും നിങ്ങളും പറയുന്നതിനനുസരിച്ച് ഔദ്യോഗിക രേഖകളുണ്ട്. ഈ രേഖകളുടെ പിൻബലത്തോടു കൂടിയാണ് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വിശ്വാസപ്പെട്ട ഒരാളെ കൊണ്ടുപോവാ. CPM ജില്ലാ കമ്മിറ്റി അംഗം ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പൊറ്റശ്ശേരി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. NCP സംസ്ഥാന കമ്മിറ്റി അംഗം കാപ്പിൽ സെയ്ദലവി, ബാലൻ പൊറ്റശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ, വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് ചെപ്പോടൻ, അരുൺ ഓലിക്കൽ എന്നിവർ പ്രസംഗിച്ചു. CPM ശ്രീകൃഷ്ണപുരം ഏരിയ മുൻ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന V ഗംഗാധരൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. പെരിന്തൽമണ്ണ EMS ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നേതാക്കളും നിരവധി പ്രവർത്തകരും അദ്ദേഹത്തിന് അന്തിമോപചാരമർപ്പിച്ചു. വെള്ളിനേഴി കുറുവട്ടൂർ വാഴയിൽ വീട്ടിൽ അന്തരിച്ച കൃഷ്ണൻകുട്ടിയുടെയും കുഞ്ഞുമാളു അമ്മയുടെയും മകനായി 1947 ഗംഗാധരൻ ജനിച്ചത്. 20ാമത്തെ വയസ്സിൽ CPM അംഗമായി. വെള്ളിനേഴിയും ശ്രീകൃഷ്ണപുരവും ഒറ്റപ്പാലവുമെല്ലാം കേന്ദ്രീകരിച്ച് കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചതിലൂടെ ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനായി. യുവജന സംഘടനയായ KSYF പ്രവർത്തകനായിരുന്നു ഗംഗാധരൻ. CPM ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി അംഗമായിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി രൂപീകരിച്ചതു മുതൽ അംഗമായും പ്രവർത്തിച്ചു. 2004 മുതൽ 2014 വരെ ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയായും പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു. കേരള കർഷക സംഘം, KSKTU, ചെത്ത് തൊഴിലാളി യൂണിയൻ സംഘടനകളുടെ ജില്ലാ നേതൃത്വത്തിൽ വിവിധ കാലയളവുകളിൽ പ്രവർത്തിച്ചു. മിച്ചഭൂമി സമരത്തിൻ്റെ ഭാഗമായും
1973 NGO അധ്യാപക സമരത്തിലും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 1979 മുതൽ 1985 വരെയും 1988 മുതൽ 1995 വരെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 2000 മുതൽ 2005 വരെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ ജനപ്രതിനിധിയായി. 1983 മുതൽ ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറായിരുന്ന ഗംഗാധരൻ 10 വർഷക്കാലം ബാങ്കിന്റെ പ്രസിഡന്റുമായി. ഒറ്റപ്പാലം താലൂക്ക് ലാൻഡ് ബോർഡ് അംഗമായും ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടറായും വിവിധ കാലയളവുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. KS അലീഖ, K പ്രേംകുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, CPM ഏരിയ സെക്രട്ടറിമാരായ P അരവിന്ദാക്ഷൻ, UT രാമകൃഷ്ണൻ, നേതാക്കളായ K ശ്രീധരൻ, M മോഹനൻ, P സുബ്രഹ്മണ്യൻ, PK ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K ജയലക്ഷ്മി, C രാജിക, ശ്രീകൃഷ്ണപുരം തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ കടമുറികൾക്ക് അഭിമുഖമായി ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന വിഷയം പ്രത്യേക യോഗത്തിൽ തീരുമാനമാകാതെ പിരിഞ്ഞു. നഗരസഭാ അധികൃതരും ബസ് ഓണേഴ്സും ജീവനക്കാരും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമാകാതിരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് വരുന്ന പ്രയാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രത്യേക യോഗം ചേർന്നത്. ബസ് ഓണേഴ്സിനെയും ജീവനക്കാരെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയും ട്രാഫിക് പോലീസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യോഗം ചേർന്നത്. ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്ക് ബസ്സുകൾ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന അമിത വേഗത ഒഴിവാക്കാൻ യോഗത്തിൽ തീരുമാനമായി. അരമണിക്കൂറിൽ കൂടുതൽ പാർക്ക് ചെയ്യേണ്ട ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്നും ഒഴിവാക്കി പാർക്ക് ചെയ്യാനും തീരുമാനിച്ചു. കൂടാതെ സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന ബസ്സുകൾ നിശ്ചിത സ്റ്റോപ്പുകളിൽ നിർത്തി മാത്രം യാത്രക്കാരെ കയറ്റുന്നതിനും യോഗത്തിൽ തീരുമാനമായി. അതേസമയം ബസ്സുകൾ സ്റ്റാൻഡിലെ കടമുറിക്ക് അഭിമുഖമായി പാർക്ക് ചെയ്യുന്ന വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിനായി കൂടുതൽ സമയം വേണമെന്ന് ബസ് ഓണേഴ്സ് ആവശ്യപ്പെട്ടതായി വൈസ് ചെയർമാൻ K രാജേഷ് പറഞ്ഞു. ബസ് സ്റ്റാൻഡിനകത്തേക്ക് ബസ്സുകൾ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന വേഗത അത് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ബസ്സുകൾ അരമണിക്കൂറിൽ കൂടുതൽ പാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന ബസ്സുകൾ ബസ് സ്റ്റാൻഡിനകത്ത് പാർക്ക് ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അത് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അവർക്ക് സ്ട്രിപ്പ് എടുക്കുന്ന വാഹനങ്ങൾ മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുകയുള്ളൂ. അത് കൂടുതൽ വരുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്നും ടൗണിൽ നിന്നും മാറ്റി പാർക്ക് ചെയ്യണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ മെയിൻ റോഡിൽ നിന്നും ആളുകളെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി പലപ്പോഴും ട്രാഫിക് കുരുക്കുണ്ടാക്കുന്നതിന് സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, ബസ് ഇപ്പോൾ യാർഡിനോട് അഭിമുഖമായിട്ടാണ് ബസ് പാർക്ക് ചെയ്യുന്നത്. പലപ്പോഴും യാർഡിലൂടെ നടന്ന് യാത്രക്കാർക്ക് ബസ്സിലേക്ക് കയറേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിൽ എവിടെയും ഇല്ലാത്ത ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിനകത്ത് മാത്രമുള്ള ഒരു രീതിയാണ്. ഇത് മാറ്റം വരുത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. യോഗത്തിൽ ഉണ്ടായിരുന്ന ആവശ്യം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉയർന്നു വന്ന ആവശ്യമായിരുന്നു. ഈ കാര്യത്തിൽ കൂടുതൽ സമയം അവരുടെ മറ്റ് ആളുകളുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കുറച്ചുകൂടി സമയം ആവശ്യപ്പെട്ടു എന്നാണ് യോഗം അവസാനിച്ചത്. പ്രായോഗികമായതും ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചതായും പ്രതികൂലമായവ മാത്രമാണ് അംഗീകരിക്കാതിരുന്നതെന്നും ബസ് ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കേണ്ടായി നഗരസഭാ ചെയർപേഴ്സൺ. അതിൽ തന്നെ വളരെ പ്രായോഗികമായതും ജനങ്ങൾക്കും ബസ്സുകാർക്കും ഉപദ്രവം ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ബസ് ഉടമകൾ അംഗീകരിക്കുകയും ബസ് ഉടമകൾക്ക് വിപരീതമായിക്കൊണ്ട് അവർക്ക് പ്രതികൂലമായി ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ, ഈ രീതിയിൽ വരുന്ന പരിഷ്കാരങ്ങൾക്ക് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ നിർവാഹമില്ല എന്ന് അവരോട് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാര്യകാരണ സഹിതം വളരെ വ്യക്തമായി തന്നെ ഞങ്ങളുടെ അഭിപ്രായം അവരെ ബോധിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയായ CMPയുടെ പേരിൽ വ്യാജ പിരിവ് നടത്തിയ 3 പേർ പിടിയിൽ. തൃശൂർ സ്വദേശികളാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് വ്യാജ രസീതുകളും കണ്ടെടുത്തു. തൃശൂർ പൂമല സ്വദേശികളായ വടയാറ്റുകുഴിയിൽ ജെയിംസ്, ഇലവത്തൂർ ഉണ്ണികൃഷ്ണൻ, പുത്തൂർ മാമ്പുള്ളി ദാസൻ എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. 28, 29, 30 തീയതികളിൽ എറണാകുളത്ത് നടക്കുന്ന CMP സംസ്ഥാന സമ്മേളനത്തിന് പണം കണ്ടെത്താനുള്ള പിരിവാണെന്ന് പറഞ്ഞാണ് മണ്ണാർക്കാട്ടെ വ്യാപാരികളിൽ നിന്ന് പണം പിരിച്ചിരുന്നത്. മണ്ണാർക്കാട് ആൽത്തറയിൽ ലോട്ടറി കടയുള്ള CMP ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഹംസ മുളയങ്കായിയോടും പിരിവ് ചോദിച്ചതോടെയാണ് വ്യാജ പിരിവിന്റെ കള്ളത്തരം പുറത്തായത്. അടുത്ത ദിവസം മണ്ണാർക്കാട്ടെ ഏരിയ കമ്മിറ്റി പിരിവ് നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്. ഇതിനു മുമ്പ് നടത്തിയ പിരിവിൽ സംശയം തോന്നിയ ഹംസ
റെസിപ്റ്റ് പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് പൊളിഞ്ഞത്. റെസിപ്റ്റിൽ CMP എറണാകുളം എന്നാണ് അച്ചടിച്ചിട്ടുള്ളത്. എറണാകുളത്തെ നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരത്തിലൊരു റെസിപ്റ്റ് ഇല്ലെന്ന് ബോധ്യമായി. പിടിയിലായവരുടെ പരസ്പരവിരുദ്ധമായ മറുപടിയും സംശയത്തിനിടയാക്കി. ഇതിനിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പട്ടാമ്പി എക്സൈസ് റേഞ്ച് പാർട്ടി നടത്തിയ പരിശോധനയിൽ സ്കൂട്ടറിൽ കടത്തിയ 1.2 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. പ്രതി കുളപ്പുളി സ്വദേശി മുഹമ്മദ് മുസ്തഫയെ അറസ്റ്റ് ചെയ്തു. പാലക്കാട് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമും പട്ടാമ്പി എക്സൈസ് റേഞ്ച് പാർട്ടിയും നടത്തിയ പരിശോധനയിലാണ് കുളപ്പള്ളിയിൽ നിന്നും സ്കൂട്ടറിൽ കടത്തിയ 1 കിലോ 200 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. പ്രതി കുളപ്പള്ളി സ്വദേശി 29-കാരനായ മുഹമ്മദ് മുസ്തഫയെ അറസ്റ്റ് ചെയ്തു. സ്കൂട്ടറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. റെയ്ഡിൽ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ P. ഹാരിസ്, പ്രിവന്റീവ് ഓഫീസർ ഷിബുകുമാർ, സ്റ്റാലിൻ സ്റ്റീഫൻ, സിവിൽ എക്സൈസ് ഓഫീസർ അനിൽകുമാർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പൊന്നുവാവ, എക്സൈസ് ഡ്രൈവർ TS സജീർ എന്നിവർ പങ്കെടുത്തു. ശമ്പള കുടിശ്ശികയെ തുടർന്ന് ഒറ്റപ്പാലം ലക്കിടി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അടച്ചതിനെതിരെ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും വകുപ്പ് മന്ത്രിയുടെ കോലം കത്തിക്കലും നടന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലക്കിടി പേരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്മാരകത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സ്മാരക വായനശാലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്മാരക ഗൃഹത്തിന് സമീപം പോലീസ് തടഞ്ഞു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിന്റെ തനിമ നിലനിർത്തുന്ന കുഞ്ചനും തുഞ്ചനും അതുപോലെയുള്ള മഹാകവികൾ, ആ മഹാകവികളുടെ ജന്മം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒക്കെ അനുഗ്രഹീതമായുള്ള സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളെ ബോധപൂർവം തകർക്കുകയാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ചില ഗുണ്ടാ നേതാക്കന്മാരൊക്കെയാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി വരാൻ പറഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് അവരുടെ കാര്യം. പക്ഷേ സംസ്കാരം ഒട്ടും ഇല്ലാത്ത ആളുകൾ ആ സാംസ്കാരിക സ്ഥാപനങ്ങളെ തലപ്പത്ത് കയറുകയും ചില പുസ്തകങ്ങൾ എഴുതി എന്നുള്ളത് കൊണ്ട് മാത്രം തന്നെ അവരിതിനൊന്നും യോഗ്യരാവില്ല. തങ്ങളുടേതായുള്ള എല്ലാ മേഖലകളിലും ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് അതേസമയത്ത് ഈ ഭാരതീയ സംസ്കാരത്തെ, പൈതൃകത്തെ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം തന്നെയാണ് ഇവിടെ ഭരിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾക്കും ഉള്ളത്. തുടർന്ന് വകുപ്പ് മന്ത്രിയുടെ കോലം കത്തിച്ചു. അയ്യോ പോയേ 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 സജിചറിയാൻ ചത്തുമലർന്നേ സജിചറിയാൻ ചത്തുമലർന്നേ സജിചറിയാൻ ചത്തുമലർന്നേ സജിചറിയാൻ ചത്തുമലർന്നേ സംസ്കാരിക വകുപ്പ് പരാജയം സംസ്കാരിക വകുപ്പ് പരാജയം സംസ്കാരിക വകുപ്പിന് പരാജയം. ഏരിയ പ്രസിഡന്റ് AR രാജേഷ് അധ്യക്ഷനായി. മധ്യമേഖലാ സെക്രട്ടറി T. ശങ്കരൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. BJP ജില്ലാ ട്രഷറർ M. സുരേഷ് ബാബു, സംസ്ഥാന കൗൺസിൽ അംഗം NK മണികണ്ഠൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ K. രമേശ് ബാബു, രശ്മി ബൈജു, പേരൂർ ഏരിയ പ്രസിഡന്റ് P. മണികണ്ഠൻ, ഏരിയ ജനറൽ സെക്രട്ടറി ദിലീപ്, പഞ്ചായത്ത് അംഗങ്ങളായ മിനി ജയൻ, മോനിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പബ്ലിക് ഹിയറിംഗ് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ADA KV ശ്രീജ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ A. അമൃത റിപ്പോർട്ട് അവതരിപ്പിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KK ഷൗക്കത്ത്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സമീറ സലീം, M. മോഹനൻ മാസ്റ്റർ, ഖദീജ കാസിം, ഫസീല നൌഷാദ്, P. രുക്മിണി, സെക്രട്ടറി M. സന്തോഷ് കുമാർ, P. ദിജിന, MT കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. ചികിത്സയ്ക്ക് ബാങ്കിൽ നിന്നും വായ്പയെടുത്ത കടം കയറിയ വയോധികയുടെ വീട് ജപ്തി ഭീഷണിയിൽ. ഏത് ദിവസവും ബാങ്ക് അധികൃതർ വീട് ജപ്തി ചെയ്യാൻ എത്തുമോ എന്ന ആശങ്കയിലാണ് കടമ്പഴിപ്പുറം പുലാപ്പറ്റ ഉമ്മനഴി ചെമ്പത്ത് വീട്ടിൽ പത്മാവതി. ശ്രീകൃഷ്ണപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. രോഗങ്ങൾക്കും ദുരന്തങ്ങൾക്കുമൊപ്പം ജീവിത സായന്തനത്തിൽ കിടപ്പാടം കൂടി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് പുലാപ്പറ്റ ഉമ്മനഴി ചെമ്പത്ത് വീട്ടിൽ 86-കാരിയായ പത്മാവതി അമ്മ. ഉണ്ടായിരുന്ന സ്ഥലമെല്ലാം തൻ്റെ ചികിത്സാ ആവശ്യങ്ങൾക്കായി പല ആളുകൾക്കായി വിറ്റിരുന്നു. ശേഷിച്ച 5 സെന്റ് സ്ഥലത്തുള്ള വീഴാറായ വീട്ടിലാണ് പത്മാവതി അമ്മ താമസിക്കുന്നത്.
ഇതിന്റെ ആധാരം പണയപ്പെടുത്തി 2015 പുലാപ്പറ്റ അർബൻ ബാങ്കിൽ നിന്നും 70,000 രൂപ ലോൺ എടുത്തത്. 10,000 രൂപയോളം പലപ്പോഴായി തിരിച്ചടച്ചു. അടവ് തെറ്റിയതോടെ ഈയിടെ പലിശ സഹിതം 1.5 ലക്ഷത്തോളം രൂപ തിരിച്ചടയ്ക്കാൻ ബാങ്ക് നോട്ടീസ് അയച്ചിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പലിശ ഒഴിവാക്കി 70,000 രൂപ വീണ്ടും അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. കുഷ്ഠരോഗത്താൽ ഒരു കാൽ പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെട്ട് ഇരുന്ന് നിരങ്ങി മാത്രം വീട്ടിനുള്ളിലൂടെ നീങ്ങാനാകുന്ന അവിവാഹിതയായ ഇവർക്ക് ഈ കടം വീട്ടാൻ ആവതില്ലാത്ത അവസ്ഥയാണ്. 5 സെന്റ് മാത്രമുള്ള സ്ഥലത്ത് നാട്ടുകാർ ഉപയോഗയോഗ്യമാക്കിയ വീട്ടിൽ പ്രായമായ അനിയത്തിയുടെ കൂടെയാണ് താമസിക്കുന്നത്. ഭക്ഷണം പോലും പരിസരവാസികളും ബന്ധുക്കളുമാണ് എത്തിച്ചു നൽകുന്നത്. തളർന്നുപോയ കാൽ മുറിച്ചു മാറ്റാൻ ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിലും സാധിച്ചിട്ടില്ല. ഇതിനിടെ ബാങ്ക് ജപ്തി നടപടിയിലേക്ക് പോയാൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് പത്മാവതി അമ്മയും സഹോദരിയും. മാവതിയമ്മ ചേമ്പത്ത് എന്നുള്ള വ്യക്തി ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അർബൻ ബാങ്കിൽ നിന്ന്. അപ്പോൾ അവർക്ക് അവിവാഹിതയാണ്, ഭിന്നശേഷിക്കാരിയാണ്, ലെപ്രസി രോഗബാധിതയാണ്. വീട്ടിൽ നടക്കാനൊന്നും കഴിയാത്ത അവസ്ഥയിൽ കാലങ്ങളായിട്ട് ചികിത്സയിലാണ്. ആകെ 17 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതിനൊക്കെ വിറ്റിട്ട് 11 സെൻറ്റും വിറ്റു. പിന്നെ ലാസ്റ്റുള്ള സ്ഥലമാണ് അർബൻ ബാങ്കിൽ പണയം വെച്ചത് 70,000 രൂപയ്ക്ക്. അത് മുതലും പലിശയായിട്ട് 13,000 ചില്ലറ രൂപ പലിശ അടച്ചു. അത് വായ്പയിൽ വീഴ്ച വന്നു. അതിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. ചികിത്സയ്ക്ക് തന്നെ നല്ലൊരു തുക വേണം. മാസങ്ങളോളം ആസ്പത്രിയിൽ കിടപ്പായിരുന്നു. എപ്പോഴും ജപ്തിക്കുള്ള മുന്നോടിയായിട്ടുള്ള നോട്ടീസ് വന്നിട്ടുണ്ട്. നവകേരള സദസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപേക്ഷ. അപ്പോൾ അവിടുന്ന് 70,000 രൂപ അടച്ചിട്ട് ഒഴിവാക്കാൻ ലോണെന്ന് പറയുന്നുണ്ട്. അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. കാരണം എന്തെങ്കിലും ഒരു സഹായങ്ങൾ ഉണ്ടായാൽ വളരെ ഉപകാരമായി. അത്രയും ദയനീയ അവസ്ഥയാണ്. ചെർപ്പളശ്ശേരിയിൽ മലബാർ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യകാരി രാജലക്ഷ്മി അനുസ്മരണവും സാഹിത്യ സമ്മേളനവും സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ പി പ്രകാശ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് സാഹിത്യകാരി രാജലക്ഷ്മിയെ അനുസ്മരിച്ചത്. ചെർപ്പളശ്ശേരി ശാരദാംബ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി സാഹിത്യകാരൻ പി പ്രകാശ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരിയുടെ ആത്മകൽപിതങ്ങൾ ഉറങ്ങുന്ന ഇരുണ്ട ഫിസിക്സ് ലാബുകളിൽ ഒഴിവുകാലമാകുമ്പോൾ ചിലന്തികൾ അവരുടെ പണി തുടങ്ങുമെന്ന് പറഞ്ഞ രീതിയിലേക്ക് വരി അതുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതി. അങ്ങനെ വർഷങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിച്ചു പോരുകയും വായിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹതിയായിട്ടുള്ള എഴുത്തുകാരിയാണ് രാജലക്ഷ്മി. അവരെക്കുറിച്ച് പറയുമ്പോൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. 1930 മുതൽ 1965 വരെ, ശരിക്കും പറഞ്ഞാൽ 35 വർഷമില്ല, 34.5 വർഷമാണ് അവർ ജീവിച്ചത്. 2.5 നോവൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ പരാമർശിച്ച പോലെ തന്നെ ഒരു നീണ്ട കഥ എഴുതിയിട്ടുണ്ട്, ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, ഗദ്യകവിത എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അവരുടേതായിട്ട് നമ്മുടെ കൈരളിക്ക് ലഭിച്ചിട്ടുള്ള സംഭാവനകൾ. ശാലിനി മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി. വ്യത്യസ്ത മേഖലകളിലെ പ്രതിഭകളെ കെ ബാലകൃഷ്ണൻ അനുമോദിച്ചു. ടി പി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, കലാമണ്ഡലം ഗീത, സുജിത്ത് പുലാപ്പറ്റ, പ്രദീപ് ചേറായ, ടി പി സായിറാം എന്നിവർ സംസാരിച്ചു. ഇരുമ്പ് കമ്പി കഴുത്തിൽ കുരുങ്ങി നൊമ്പരക്കാഴ്ചയായി പെരിന്തൽമണ്ണ നഗരത്തിൽ തെരുവുനായ. കോഴിക്കോട് റോഡ് ബൈപ്പാസ് ജംഗ്ഷന് സമീപത്തും നടപ്പാതയിലുമായി തന്നെ ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ദയനീയമായ അവസ്ഥയിൽ അലഞ്ഞു തിരിയുകയാണ് തെരുവുനായ. കമ്പി കുരുങ്ങിയതുമൂലം കഴുത്തിൽ സാരമായി വ്രണമായിട്ടുണ്ട്. മണ്ണാർക്കാട് പെരുമ്പടാരി പരിശുദ്ധാത്മാ ഫെറോന പള്ളിയിൽ തിരുനാൾ തുടങ്ങി. ആയിരങ്ങൾ പങ്കെടുക്കുന്ന തിരുനാൾ ഞായറാഴ്ച സമാപിക്കും. നഗരത്തിലൂടെയുള്ള പ്രദക്ഷിണം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 7:30 ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ ജിജോ പുളിക്കത്താഴെ നേതൃത്വം നൽകും. ഫാദർ ടീറ്റോ കൊട്ടിയാനിക്കൽ സന്ദേശം നൽകും. 4:30 മണ്ണാർക്കാട് ആശുപത്രിപ്പടിയിലെ കുരിശുപള്ളിയിൽ പ്രദക്ഷിണത്തിനു തുടക്കം കുറിച്ചുള്ള ലത്തീഞ്ഞ് ഫാദർ സജി ജോൺ സമാപനാശീർവാദം നടത്തും. പ്രദക്ഷിണം രാത്രി 7 മണിക്ക് പള്ളിയിൽ സമാപിക്കും. പള്ളിയിൽ വാദ്യമേളവും കരിമരുന്ന് കലാപ്രകടനങ്ങളും നടത്തും. തുടർന്ന് സ്നേഹവിരുന്നും വിവിധ മേഖലകളിലെ പ്രമുഖരെ ആദരിക്കലും നടക്കും. വി കെ ശ്രീകണ്ഠൻ എം പി, എൻ ഷംസുദ്ദീൻ MLA, നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ, KDDC അധ്യക്ഷൻ PK ശശി, കൗൺസിലർ TR സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുക്കും.
രാത്രി 8-ന് ചന്ദ്രികാ വസന്തം നാടകം അരങ്ങേറും. 21-ന് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ ജോൺ കണ്ടങ്കേരി കാർമ്മികത്വം വഹിക്കും. ഫാദർ ആൽബിൻ വെടിക്കാട്ട് സന്ദേശം നൽകും. തുടർന്ന് പള്ളിക്കു ചുറ്റും പ്രദക്ഷിണം. രാത്രി 7-ന് ഗാനമേള. മരിച്ചവരുടെ അനുസ്മരണവും തിങ്കളാഴ്ച നടക്കും. മണ്ണാർക്കാട് ഹോളി സ്പിരിറ്റ് ഫൊറോന പള്ളി പെരുമ്പടാരി മണ്ണാർക്കാടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കത്തോലിക്ക സഭയുടെ പള്ളിയാണ്. പാലക്കാട് രൂപതയുടെ 11 ഫൊറോനകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൊറോന പള്ളിയാണ് മണ്ണാർക്കാട് ഹോളി സ്പിരിറ്റ് ഫൊറോന ദേവാലയം. ആ ഇടവകയുടെ ഈ വർഷത്തെ തിരുനാൾ ജനുവരി 12 മുതൽ 22 വരെ സാഘോഷം കൊണ്ടാടുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ലളിതമായിട്ടാണ് നമ്മൾ ആചരിച്ചിരുന്നത്. എന്നാൽ ഈ വർഷം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹോത്സവമായി ഈ തിരുനാൾ ആഘോഷം മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇന്നും നാളെയും ഞായറാഴ്ചയുമായിട്ട് നടക്കുക. ഇന്ന് ഇടവക വികാരിയച്ഛൻ്റെ പൗരോഹിത്യ സിൽവർ ജൂബിലിയുടെ ആഘോഷം കൂടി ഇടവകാംഗങ്ങൾ നടത്തുകയാണ്. അതോടനുബന്ധിച്ച് 5 മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം ഒരു പൊതുസമ്മേളനവും ഇടവകാംഗങ്ങളുടെ കലാപരിപാടികളും നടക്കുന്നു. എല്ലാവർക്കും സ്നേഹവിരുന്ന് ഇന്ന് പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വൈകുന്നേരം 5 മണിക്ക് മണ്ണാർക്കാട് ആശുപത്രി പടിക്കലുള്ള കുരിശുപള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന പ്രദക്ഷിണം, വാദ്യമേളങ്ങളോടെ നടത്തുന്ന ഈ പ്രദക്ഷിണമാണ് ഈ തിരുനാൾ ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഈ തിരുനാൾ പ്രദക്ഷിണം ഇടവക ദേവാലയത്തിൽ 7:30 മണിയോടുകൂടി എത്തുകയും അവിടെ കുരിശിന്റെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏകദേശം 4000-ഓളം പേർക്ക് സ്നേഹവിരുന്ന് ഒരുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം മണ്ണാർക്കാട് പ്രധാനപ്പെട്ട വ്യക്തികളെ വിളിച്ച് ആദരിക്കുന്ന ഒരു സൽക്കാരവും നടത്തുന്നുണ്ട്. ഇടവക വികാരി ഫാദർ രാജു പുളിക്കത്താഴ, കൈക്കാരൻ ബിനോയ് ഏരിമറ്റത്തിൽ, തിരുനാൾ കൺവീനർ ജോയി മണിമല, ജോയിന്റ് കൺവീനർമാരായ ഡേവിസ് മംഗലൻ, ഷാജി വാട്ടാമ്പാറ, ജെയ്മോൻ കോബേരിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവാഹ ചടങ്ങുകൾ ഹരിത നിയമപ്രകാരം നടത്തി മാതൃകയായ അശ്വിൻ അങ്കിത ദമ്പതികളെ പെരിന്തൽമണ്ണ നഗരസഭ ആദരിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ 100-ൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഹരിത നിയമപ്രകാരമാക്കണമെന്ന നിർദ്ദേശം പാലിച്ചാണ് അശ്വിന്റെയും അങ്കിതയുടെയും വിവാഹം നടന്നത്. എരേമംഗലം വലിയപറമ്പ് വീട്ടിൽ ശശിധരൻ പുഷ്പലത ദമ്പതികളുടെ മകൻ അശ്വിന്റെയും അങ്കിതയുടെയും വിവാഹമാണ് ഹരിത നിയമം പാലിച്ച് മാതൃകയായത്. 2023 ഡിസംബർ 31-ന് പെരിന്തൽമണ്ണ അലങ്കാർ ഓഡിറ്റോറിയത്തിലായിരുന്നു വിവാഹം. വാഴയില, സ്റ്റീൽ ഗ്ലാസ് തുടങ്ങിയവ ഉപയോഗിച്ചും പ്രകൃതി സൗഹൃദമായ രീതിയിലും മാലിന്യത്തിന്റെ അളവ് കുറച്ചുമാണ് വിവാഹ സൽക്കാരം നടത്തിയത്. ഹരിത നിയമം പാലിച്ച് വിവാഹം നടത്തിയതിന് നഗരസഭ അശ്വിൻ അങ്കിത ദമ്പതികളെ അനുമോദിച്ചു. നഗരസഭാ ചെയർമാൻ പി ഷാജി പ്രശംസാപത്രം നൽകി. സ്ഥിരം സമിതി ചെയർമാൻമാർ, കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി മിത്രൻ ജി, ക്ലീൻ സിറ്റി മാനേജർ വത്സൻ CK തുടങ്ങിയവരും പങ്കെടുത്തു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. 33 വർഷത്തെ ചരിത്രത്തിന്റെ അഭിമാന മുഹൂർത്തത്തിൽ സഫ ഗ്രൂപ്പ് സ്വർണ്ണാഭരണ വിപണന രംഗത്ത് പുത്തൻ ട്രെൻഡുകൾ അവതരിപ്പിച്ച് സമൂഹത്തോടൊപ്പം കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് സഫ ജ്വല്ലറി ശൃംഖല മുന്നേറുകയാണ്. സഫ ജ്വല്ലറിയുടെ മേലാറ്റൂരിലെ വിപുലീകരിച്ച ഷോറൂം ജനുവരി 20 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് സഫ ഗ്രൂപ്പ് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സഫ ഗ്രൂപ്പിന്റെ മേലാറ്റൂരിലെ വിപുലീകരിച്ച ഷോറൂം മാനേജിംഗ് ഡയറക്ടർ KTMA സലാം ജനുവരി 20-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. നമ്മൾ 33 വർഷം കഴിഞ്ഞ സെപ്റ്റംബറിൽ പൂർത്തിയാക്കി 34ാമത്തെ വർഷത്തിലേക്ക് കടന്നിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനം. ഇതിൻ്റെ തുടക്കം 1990 സെപ്റ്റംബർ മാസത്തിൽ മേലാറ്റൂരിലായിരുന്നു. ആ മേലാറ്റൂരിലുള്ള സഫ ജ്വല്ലറി പല ഘട്ടങ്ങളിലായി പുനരുദ്ധരിച്ച് പുതുക്കി
പുതിയ കാലത്തിനൊത്ത് ഉള്ള ലെവലിൽ കൊണ്ടുവന്നതിന് ശേഷമുള്ള ഒരു റീലോഞ്ച് ആണ്. അപ്പോൾ നിലവിലുള്ള വളരെ പാരമ്പര്യമുള്ള സ്ഥാപനങ്ങളാണെങ്കിലും അതിന് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ റിനോവേഷൻ, കാലത്തിനൊത്ത് അതിൻ്റെ ഉൽപ്പന്നം, സേവനം, അതിൻ്റെ പ്രൈസിങ് എല്ലാം കാലത്തിനൊത്ത് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ ചെയ്തിട്ടുള്ള ഒരു പുനരുദ്ധാരണം ഇവിടെ നടന്നിട്ടുണ്ട്. അത് ഉൽപ്പന്നങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് മേലാറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം. ഒരു വൈഡ് എക്സ്പാൻഷൻ സഫാ ജ്വല്ലറി മുന്നോട്ട് പോവുകയാണ്. അതായത് അടുത്തൊരു 5 വർഷത്തിനകത്ത് ഒരു 100 പുതിയ സ്റ്റോറുകൾ എന്നുള്ള എക്സ്പാൻഷൻ പ്രൊജക്റ്റിന് വേണ്ടി സഫാ ജ്വല്ലറി മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ സഫാ ഗ്രൂപ്പിന് അണ്ടറിലുള്ള ജ്വല്ലറി അടക്കം വരാൻ പോകുന്ന ജ്വല്ലറിയെ പോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജ്വല്ലറി ആയി മാറണം എന്നുള്ള ഒരു വിഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മേലാറ്റൂരടക്കമുള്ള സഫാ ജ്വല്ലറിയെ നവീകരിച്ച് ഏറ്റവും എൻറിച്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഇൻവിറ്റേഷൻ കിട്ടിയ പോലെ തന്നെ നാളെ കാലത്ത് 10 മണിക്കാണ് വളരെ ലളിതമായിട്ടൊരു ചടങ്ങിലൂടെ സഫാ ജ്വല്ലറിയുടെ റീലോഞ്ച് 33ാമത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ള റീലോഞ്ച് നാളെ നടത്തുന്നത്. ബഹുമാനപ്പെട്ട MD KTM സലാം സാർ തന്നെയാണ് നമ്മുടെ ഇനോഗ്രേഷൻ നാളെ നടത്തുന്നത്. 1990 സെപ്റ്റംബറിലാണ് സഫാ ജ്വല്ലറിയുടെ ആദ്യ ഷോറൂം മേലാറ്റൂരിൽ തുടങ്ങിയത്. പിന്നീട് വിവിധ കേന്ദ്രങ്ങളിൽ സഫാ ജ്വല്ലറിയുടെ ഷോറൂമുകൾ വ്യാപിച്ചു. 2023 ക്ലാരസ് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറിയുടെ ശാഖകൾ തിരുവനന്തപുരം ലുലു മാളിലും കണ്ണൂർ സെക്യൂറ സെൻറ്ററിലും ആരംഭിച്ചു. ഇതോടെ സഫാ ഗ്രൂപ്പിന് 14 റീറ്റെയിൽ ഷോറൂമുകളായി ഉയർന്നു. പതിറ്റാണ്ടുകളുടെ പ്രവർത്തന മികവ് കൊണ്ട് ജെം ആൻഡ് ജ്വല്ലറി രംഗത്തെ റീറ്റെയിൽ, ഹോൾസെയിൽ, മാനുഫാക്ചറിംഗ്, ഡിസൈനിങ്, കൺസൾട്ടൻസി, എഡ്യൂക്കേഷൻ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സഫാ ഗ്രൂപ്പിന് സാധിച്ചു. 600-ൽ പരം ആളുകൾ സഫാ ഗ്രൂപ്പിന്റെ വിവിധ സംരംഭങ്ങളിലായി ഇന്ത്യക്ക് അകത്തും പുറത്തും ജോലി ചെയ്തു വരികയാണ്. കസ്റ്റമൈസ്ഡ് ഡിസൈനർ ജ്വല്ലറിയായ പെരിന്തൽമണ്ണയിലെ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി സഫാ ഗ്രൂപ്പിന്റെ ഒരു അതുല്യ സംരംഭമാണ്. സ്വർണ്ണാഭരണ നിർമ്മാണ രംഗത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിൽ സഫാ ഗ്രൂപ്പിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇന്ത്യക്ക് അകത്തും പുറത്തും വിജയകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, കലാകായിക, ജീവകാരുണ്യ മേഖലകളിൽ പ്രത്യേക പ്രോത്സാഹന പരിപാടികൾ സഫ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വിപുലമായ വികസന പരിപാടികൾ IPO ലക്ഷ്യം വെച്ച് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് സഫ ഗ്രൂപ്പ്. മേലാറ്റൂരിലെ വിപുലീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് സഫ ഗ്രൂപ്പ് ഡയറക്ടർ KT ഹംസ, ജനറൽ മാനേജർ KT അബ്ദുൾ മജീദ് എന്നിവർ അറിയിച്ചു. ഈ ഒരു 33ാമത്തെ വർഷത്തിന്റെ ആനിവേഴ്സറിയുടെ കൂടെ തന്നെ നമ്മൾ നല്ലൊരു മികച്ച ഓഫർ സഫാ ജ്വല്ലറി അല്ല, ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയും കാലം വരാത്ത രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഓഫറാണ് അടുത്ത 20 ദിവസക്കാലത്തേക്ക് നമുക്ക് കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആഭരണത്തിൻ്റെ പണിക്കൂലിയിൽ ഏകദേശം 2500 രൂപ, ഓരോ പവൻ പണിക്കൂലിയിലും 2500 രൂപ അധികം ഡിസ്കൗണ്ടാണ് കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ അടുത്തൊരു 20 ദിവസം കൊടുക്കുന്നത്. അതുപോലെ തന്നെ സഫാ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങിക്കുന്ന സമയത്ത് മാർക്കറ്റ് വിലയേക്കാൾ 33 രൂപ അധികം. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവർക്കും വളരെയധികം താല്പര്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഡയമണ്ട് ആഭരണങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങളുടെ ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഓരോ ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നൽകുന്നുണ്ട്, ഗിഫ്റ്റായി നൽകുന്നുണ്ട്. അതിൻ്റെ പുറമെ ഒരു 1 ലക്ഷം രൂപയുടെ ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗും നമ്മൾ സൗജന്യമായിട്ട് ഗിഫ്റ്റ് നൽകുന്നുണ്ട്. ഈ ഓർണമെന്റ്സ് എല്ലാം നമുക്കൊരു അസറ്റാണ് അല്ലേ, നമുക്ക് ഈ സ്വർണം എപ്പോൾ വാങ്ങിച്ചാലും നഷ്ടമില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഈ അസറ്റിനൊരു ഇൻഷുറൻസ് നിർബന്ധമാണ്. അപ്പോൾ വളരെ ട്രാൻസ്പെറൻസിയോടുകൂടി തന്നെ വളരെ ലീഗലായിട്ട് നടത്തുന്ന ബിസിനസ് സംരംഭമാണ് സഫാ ജ്വല്ലറിയുടെ. തീർച്ചയായിട്ടും അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന ഓരോ ഉപഭോക്താക്കളുടെയും സ്വർണം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം കൂടെ സഫാ ജ്വല്ലറിക്ക് ഉണ്ട്. അതുകൊണ്ട് വളരെ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ലീഗൽ ട്രാൻസാക്ഷൻ നടത്തുന്ന സഫാ ജ്വല്ലറി ഓരോ ട്രാൻസാക്ഷനിൽ വരുന്ന സ്വർണ്ണാഭരണത്തിനും ഇൻഷുറൻസും കൂടി, സഫാ സെക്യൂർ എന്നുള്ള ഇൻഷുറൻസും കൂടി, നമ്മൾ ഇൻഷുറൻസ് പരിരക്ഷയും കൂടി ഇതിനോട് കൊടുക്കുകയാണ്. മാർക്കറ്റിംഗ് ഹെഡ് R ദീപക്, റീറ്റെയിൽ ഹെഡ് അഖിൽ DK, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ സൈഫുൽ ഇസ്ലാം, അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ മാനേജർ VP യാസർ, എക്സ്പാൻഷൻ മാനേജർ പ്രശോഭ്, മേലാറ്റൂർ ഷോറൂം മാനേജർ അബു യൂസഫ് എന്നിവരും മേലാറ്റൂർ ഷോറൂമിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാര അദാലത്തിൽ 200-ലധികം അപേക്ഷകളിൽ തീരുമാനമായി. ബ്ലോക്ക് പഞ്ചായത്തും കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും സംയുക്തമായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാരുടെ സവിശേഷ തിരിച്ചറിയൽ കാർഡായ UDIDയിലെ പ്രശ്നം പരിഹരിക്കാൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച 1ാം ഘട്ട അദാലത്തിൽ 200-ലധികം അപേക്ഷകളിൽ തീരുമാനമായി.
70ഓളം പേരുടെ കാർഡിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകളുടെ കാലാവധി കഴിയുകയോ അപാകതകൾ ഉള്ളതോ ആയിരുന്നു. ഇവർക്ക് വേണ്ടി പ്രത്യേക മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കേഷൻ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്തും കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും ചേർന്ന് സംഘടിപ്പിക്കും. താഴേക്കോട്, ആലിപ്പറമ്പ്, പുലാമന്തോൾ, ഏലംകുളം പഞ്ചായത്തുകളിലെ അപേക്ഷകരാണ് ഒന്നാം ഘട്ട അദാലത്തിൽ പങ്കെടുത്തത്. ബ്ലോക്ക് പരിധിയിലെ മറ്റു പഞ്ചായത്തുകൾക്കുള്ള അദാലത്തും സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ അറിയിച്ചു. ഭിന്നശേഷിക്കാർക്കും അവരുടെ സംരക്ഷകർക്കും ഈ അദാലത്ത് ഏറെ പ്രയോജനപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിഷോ ജെയിംസ്, കോർഡിനേറ്റർമാരായ C ജാഫർ, നവാസ് ജാൻ, CDPO സഫിയ, അംഗൻവാടി പ്രവർത്തകർ, MEA എഞ്ചിനീയറിംഗ് കോളേജ്, ISS കോളേജുകളിലെ NSS വോളണ്ടിയർമാർ തുടങ്ങിയവർ അദാലത്തിന് നേതൃത്വം നൽകി. കടമ്പഴിപ്പുറം CPIM ഷാരുകോവിൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ KAPA 24 സീനിയർ വിഭാഗം ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ പാലക്കാടായി തിരഞ്ഞെടുക്കപ്പെട്ട അമൽദേവ് PVയെ അനുമോദിച്ചു. അനുമോദന സദസ്സ് ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ P സുബ്രഹ്മണ്യൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C കൃഷ്ണൻകുട്ടി, വാർഡ് മെമ്പർമാരായ സവിത MP, ബേബി CP, ഷാജി, M സുബ്രഹ്മണ്യൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അഞ്ചലോട്ടക്കാരൻ ആലിപ്പറമ്പ് ഗ്രാമത്തിലെത്തിയത് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും കൗതുകമായി. വാഹനമില്ലാത്ത കാലത്തെ തപാൽ സംവിധാനമായ അഞ്ചലോട്ടക്കാരനെ ആലിപ്പറമ്പ് ALP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പുനരാവിഷ്കരിച്ചത്. പതിറ്റാണ്ടുകൾക്കിപ്പുറം ആലിപ്പറമ്പ് ഗ്രാമത്തിലൂടെ അഞ്ചലോട്ടക്കാരൻ കത്തുകളുമായി മേൽവിലാസക്കാരെ തേടിപ്പോയി. 4ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ആലിപ്പറമ്പ് ALP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അഞ്ചലോട്ടക്കാരനെ പുനരാവിഷ്കരിച്ചത്. വാഹനങ്ങളില്ലാത്ത കാലത്ത് തപാൽ മാർഗത്തെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്നതിനാണ് അഞ്ചലോട്ടക്കാരനെ പുനരാവിഷ്കരിച്ചത്. അധ്യാപകൻ ആൽബിൻ K ജോർജിന്റെ നേതൃത്വത്തിൽ കുട്ടികളും അധ്യാപകരും ചേർന്ന് അഞ്ചൽപ്പെട്ടി സജ്ജീകരിക്കുകയായിരുന്നു. കുട്ടികൾ വേഷമിട്ട അഞ്ചലോട്ടക്കാരന്റെ ഡോക്യുമെന്ററി ചിത്രീകരിക്കുകയും ചെയ്തു. തപാൽ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലായ അഞ്ചലോട്ടക്കാരൻ വീണ്ടും അവതരിച്ചത് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും കൗതുകമായി. വാഹനമില്ലാത്ത കാലത്തെ തപാൽ സംവിധാനത്തെപ്പറ്റി കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനായെന്ന് കുട്ടികൾ അഭിപ്രായപ്പെട്ടു. കുട്ടികൾക്ക് പഴയകാല സംവിധാനങ്ങളെപ്പറ്റി അറിവും അനുഭവവും ആസ്വാദകരമായ രീതിയിൽ പകരാനായി. നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെയുള്ള പഠനരീതികൾ ഇനിയും കുട്ടികൾക്കായി ഒരുക്കുമെന്ന് പ്രധാനാധ്യാപിക VP ശ്രീദേവിക്കുട്ടി പറഞ്ഞു. പാഠഭാഗം വിനിമയം ചെയ്യുന്ന ഇത്തരത്തിലുള്ള മികവാർന്ന പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതിലുള്ള സന്തോഷം ആൽബിൻ K ജോർജ് പങ്കുവച്ചു. അധ്യാപകരായ PT ഹനീഫ, ഹബീബ, ഷഫീഖ, ബൾക്കീസ്, വിദ്യാർത്ഥികളായ സൂർജോട്ട് അലി, ഫാത്തിമ നഫീഹ, മുഹമ്മദ് ഫിസാൽ, ഫാത്തിമ ഫായിസ, മുഹമ്മദ് ഷഹബാസ് തുടങ്ങിയവരും ഇതിന് നേതൃത്വം നൽകുന്നതിൽ പങ്കാളികളായി. പെരിന്തൽമണ്ണ ഉപജില്ല JRC പഠന ക്യാമ്പ് എരവിമംഗലം AMUP സ്കൂളിൽ നടന്നു. AEO KT കുഞ്ഞുമൊയ്തു ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ K സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. JRC ജില്ലാ കോർഡിനേറ്റർ ഷെൻസി അഗസ്റ്റ്യൻ, ഉപജില്ലാ പ്രസിഡന്റ് S ഷബീർ, മാനേജ്മെന്റ് പ്രതിനിധി P ശ്രീനാഥ്, SRG കൺവീനർ മുഹമ്മദ് അലി KV, ഇന്ദു ശ്രീനാഥ്, PTA പ്രസിഡന്റ് നൌഫൽ ചിരക്കാട്ടിൽ, MPTA പ്രസിഡന്റ് C റസീന എന്നിവർ സംസാരിച്ചു. അമീൻ കാരക്കുന്ന്, ലൈഫ് കോച്ച് അജ്മൽ മഞ്ചേരി, ഫിസിക്കൽ ട്രെയിനർമാരായ ഉമ്മർ ഫാറൂഖ്, മിഷ്ഹാബ്, സിവിൽ ഡിഫൻസിലെ ഷിഹാബ് എന്നിവരുടെ ക്ലാസുകളും വള്ളുവനാടൻ ഫോക്ക് ബാൻഡിന്റെ നാടൻ പാട്ടുമുണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിൽ കയ്യേറ്റമുണ്ടെന്ന് വാദിക്കുന്ന ജനകീയ സമിതിയെ വെല്ലുവിളിച്ച് LDFന്റെ രാഷ്ട്രീയ വിശദീകരണം. കയ്യേറ്റം കണ്ടെത്താമോ എന്ന CPI നേതാവ് പൊറ്റശ്ശേരി മണികണ്ഠന്റെ വെല്ലുവിളി. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ കടമുറികൾക്ക് നേരെ ബസ്സുകൾ നിർത്തിയിടുന്നത് ഒഴിവാക്കാൻ തീരുമാനമായില്ല. നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. രാഷ്ട്രീയ പാർട്ടിയായ CMPയുടെ പേരിൽ വ്യാജ പണപ്പിരിവ് നടത്തിയ 3 പേർ അറസ്റ്റിൽ. പണം പിരിച്ചത് മണ്ണാർക്കാട്ടെ വ്യാപാരികളിൽ നിന്ന്. സ്കൂട്ടറിൽ കഞ്ചാവ് കടത്തിയ യുവാവിനെ പട്ടാമ്പിൽ എക്സൈസ് സംഘം പിടികൂടി. 1.2 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ശമ്പള കുടിശ്ശിക കാരണം ലക്കിടി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അടച്ചതിനെതിരെ BJP പ്രതിഷേധ മാർച്ച് നടത്തി. വകുപ്പ് മന്ത്രിയുടെ കോലം കത്തിച്ചു.
ചികിത്സയ്ക്ക് ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് കടം കയറിയ വയോധികയുടെ വീട് ജപ്തി ഭീഷണിയിൽ. വീട് ഏതു സമയവും ജപ്തി ചെയ്യുമെന്ന ആശങ്കയിൽ കടമ്പഴിപ്പുറം പുലാപ്പറ്റയിലെ പത്മാവതിയമ്മ. കൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.